Hello, welcome to Winners Academy. ഇന്ന് നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുടെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിന്റെ ഫസ്റ്റ് പോർഷൻ ആണ് നമ്മൾ നോക്കി തുടങ്ങുന്നത്. അതായത് അതിന്റെ ബേസിക്സ് വരുന്ന ഭാഗം CIA ട്രയാഡ്, അറ്റാക്സ്, ആ ഒരു ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. First question, many computer users are worried about malware. Which of the following are two examples of malware? Firewall, worm, router, virus. Choose the correct answer from the options given below. Easy question ആണ്, കാരണം നമുക്ക് ഇതിൽ നിന്നും malware അല്ലാത്തത് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാം. ഏതാണ്? ഫയർവാളും റൗട്ടറും malware അല്ല നമുക്കറിയാം. ഫയർവാൾ എന്താണ്? ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഡിവൈസ് ആണ്. റൗട്ടർ ഒരു നെറ്റ്വർക്ക് ഡിവൈസ് ആണ്. സോ അത് രണ്ടും നമുക്ക് മാറ്റാം. പിന്നെ worm and virus ആണ് എന്തായിട്ട് വരുന്നത്? നമ്മുടെ malwareന്റെ അണ്ടറിൽ വരുന്നത്. സോ D and D are the correct answer. So option C is the correct answer. Then എന്താണ് malware? malware എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിനെ ഏതെങ്കിലും രീതിയിൽ ഹാം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള അൺഓതറൈസ്ഡ് ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കടക്കാൻ ചാൻസ് ഉള്ള മലീഷ്യസ് സോഫ്റ്റ്വെയർസ് ആണ് malware. അതിൽ വരുന്നതാണ് വൈറസ്, വേർംസ്, ട്രോജൻസ്, റാൻസം വെയർസ്, സ്പൈവെയർസ്, ആഡ്വെയർസ് എന്നൊക്കെ പറയുന്നത്. അതിൽ തന്നെ വൈറസ് എന്ന് പറയുന്നത് ഒരു ലെജിറ്റിമേറ്റ് പ്രോഗ്രാം ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തുകയും അവിടെ ഇരുന്ന് റെപ്ലിക്കേറ്റ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിന് ഇഷ്യൂസ് ഉണ്ടാക്കുകയും നമ്മുടെ ഡേറ്റയെ മോഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു കോഡാണ്, ഒരു മലീഷ്യസ് എക്സിക്യൂട്ടബിൾ കോഡാണ് വൈറസ്. അതുപോലെ വേർംസ് എന്ന് പറയുന്നത് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യുകയും നമ്മുടെ കമ്പ്യൂട്ടറിലൂടെ അങ്ങോളം എന്താണ് റെപ്ലിക്കേറ്റ് ചെയ്ത് പോയി ഫയൽസിലേക്ക് അറ്റാച്ച് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന ഡേറ്റയെ മോഷ്ടിച്ചുകൊണ്ട് പോകാനും നമ്മുടെ കമ്പ്യൂട്ടറിലെ റിസോഴ്സസിനെ ഈറ്റ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടർ സ്ലോ ആക്കാനും ചാൻസ് ഉള്ള ഒരെണ്ണമാണ് വേം എന്ന് പറയുന്നത്. ദെൻ ഫയർവാൾ ആൻഡ് റൗട്ടർ അറിയാലോ. നെക്സ്റ്റ് നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് malware ആർ ട്രൂ? A Trojan horse is a malware disguised as legitimate software. കറക്റ്റ് അല്ലേ? ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പം ലെജിറ്റിമേറ്റ് ആണെന്ന് തോന്നും, പക്ഷെ എന്താണ് malware ആണ്. ഓക്കെ, സോ ട്രൂ ആണ്. ഓക്കെ, നെക്സ്റ്റ്, virus inserts itself into another program. It runs, spreads itself when the program is opened. കറക്റ്റ് ആണ്. അതായത് വൈറസ് എന്ന് പറയുന്നത് വേറൊരു പ്രോഗ്രാമിലേക്ക് കയറുന്നു, നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് റൺ ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടർ മൊത്തത്തിൽ സ്പ്രെഡ് ആവുന്നു. Worm is similar to virus except that it does not need a program in order to run. It spreads by itself. worm വൈറസിനോട് സിമിലർ ആണ്, പക്ഷെ അതിന് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, മൂന്നും കറക്റ്റ് അല്ലേ? സോ A, B, C അതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ D. Next, what do we call a malware that blocks access to the victim's data and threatens to publish or delete it unless money is paid? നമ്മുടെ ഡേറ്റ എടുത്ത് വെച്ചിട്ട് അത് നമ്മൾ പൈസ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ റാൻസം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയും എന്ന് പറയുന്നതിന് ഏത് malware ആണ്? റാൻസം വെയർ. ഓക്കെ, ദെൻ ഇവിടെ കൊടുത്തേക്കുന്ന ആഡ്വെയർ എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ആഡ്സും പോപ്പ്സും ഒക്കെ കാണിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ആഡ്വെയർ. ഡ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെ ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു malware ആണ് ഡ്രോപ്പർ എന്ന് പറയുന്നത്. Then next question നോക്കിക്കേ, which of the following is a key component of CIA triad? CIA triadൽ വരുന്ന ഏതൊക്കെയാ? Confidentiality, integrity and availability. So answer ഏതാണ്? Option A. Then next, which of the following attacks compromises the integrity aspect of CIA triad? CIA triadലെ integrity aspectനെ കോംപ്രമൈസ് ചെയ്യിക്കുന്ന അറ്റാക്ക് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇന്റഗ്രിറ്റി എന്താണ്? ഇന്റഗ്രിറ്റി എന്താണ് മീൻ ചെയ്യുന്നത്? ഡേറ്റ ട്രസ്റ്റ് വർത്തി ആണെന്നും അതുപോലെ ടാമ്പറിൽ നിന്നും ഫ്രീ ആണെന്നുമാണ് ഇന്റഗ്രിറ്റി മീൻ ചെയ്യുന്നത്. കോൺഫിഡൻഷ്യാലിറ്റി എന്താ കാണിക്കുന്നത്? പ്രൈവസി ആണ് ഡേറ്റയുടെ, ആ ഡേറ്റ ആർക്കും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ദെൻ അവൈലബിലിറ്റി എന്താ കാണിക്കുന്നത്? ഡേറ്റ ഫുള്ളി എല്ലാവർക്കും അവൈലബിൾ ആയിട്ടിരിക്കും, ആ ഒരു സിസ്റ്റം യൂസേഴ്സിന് അവൈലബിൾ ആയിരിക്കും എന്നാണ് അവൈലബിലിറ്റി മീൻ ചെയ്യുന്നത്. സോ ഇന്റഗ്രിറ്റി പറയുന്നത് എന്താ? ഡേറ്റ ട്രസ്റ്റ് വർത്തി ആണ്, അതുപോലെ തന്നെ ടാമ്പറിങ്ങിൽ നിന്നും ഫ്രീ ആയിരിക്കണം എന്നുമാണ്. അത് ഏതാണ് ഈ കൊടുത്തേക്കുന്ന ഇഷ്യൂസിൽ ഏതാണ് ആ ഒരു ഇന്റഗ്രിറ്റീനെ കോംപ്രമൈസ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് ആണ് വരുന്നത്. കാരണം മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്താ ചെയ്യുന്നത്? ആ ഡേറ്റയെ ഇടയ്ക്ക് വെച്ച് റിട്രീവ് ചെയ്തെടുക്കുകയും അതിനെ പിന്നെ എന്തെങ്കിലും ഡാമേജ് വരുത്തി അയക്കുകയാണ് ചെയ്യുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. Then, which of the following techniques ensures the confidentiality of data? ഡേറ്റയുടെ കോൺഫിഡൻഷ്യാലിറ്റി എൻഷുർ ചെയ്യുന്ന എന്തുപയോഗിച്ചാണ്?
എൻക്രിപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. Then next, which of the following aspects of CIA triad ensures that the data is accessible when needed? ഒരു യൂസറിന് ആവശ്യമാവുന്ന സമയങ്ങളിൽ ആ ഡേറ്റ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന CIA ട്രയാഡിലെ ആസ്പെക്ട് ഏതാ? അവൈലബിലിറ്റി. ഓക്കെ. നെക്സ്റ്റ്, which of the following ensures data integrity during transmission in a network? ഒരു നെറ്റ്വർക്കിൽ നമ്മൾ ഡേറ്റയുടെ ഇന്റഗ്രിറ്റിനെ എൻഷുർ ചെയ്യുന്നത് ഇതിലേത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്? SSL ആണോ, ഷായ് ആണോ, RSA ആണോ, CAPTCHA ആണോ? SSLും RSA എൻക്രിപ്ഷൻ ആണ്, അത് കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പുവരുത്തും. സോ ഷായ് ആണ് സെക്യൂർ ഹാഷ് അൽഗോരിതം, ഹാഷിംഗ് അൽഗോരിതം ആണ്. ഹാഷിംഗ് അൽഗോരിതംസ് ആണ് ഡേറ്റ ഇന്റഗ്രിറ്റിനെ ഉറപ്പുവരുത്തുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി. Then what does the integrity principle of CIA triad primarily prevent? Integrity principle എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പ്രിവെന്റ് ചെയ്യുന്നത് എന്നാണ്. ഇന്റഗ്രിറ്റി ട്രയാഡ് എന്താ പറഞ്ഞേ? ടാമ്പറിംഗിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു, ഡേറ്റ റിലയബിൾ ആണെന്ന് ഉറപ്പുവരുത്തുന്നു. സോ അൺഓതറൈസ്ഡ് ആക്സസ് ആണോ? അല്ല, അത് കോൺഫിഡൻഷ്യാലിറ്റി. ലോസ് ഓഫ് ഡേറ്റ നമുക്ക് രണ്ടിലും പറയാം. Then next, alteration of data by unauthorized parties. കറക്റ്റ് അല്ലേ? അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഡേറ്റയെ ടാമ്പർ ചെയ്തു. ആ ടാമ്പറിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? ഡേറ്റ ഇന്റഗ്രിറ്റിനെ അഫക്ട് ചെയ്യുന്നത്. അത് പ്രിവെന്റ് ചെയ്യാണ് ഇന്റഗ്രിറ്റിന്റെ ജോലി. സോ ഓപ്ഷൻ സി. ഡേറ്റ ലീക്കേജ് കോൺഫിഡൻഷ്യാലിറ്റിയുടെ അണ്ടറിൽ വരും. Then next, an attacker sits between the customer and banker and captures the information from the customer and retransmit to the banker by altering the information. അതായത് A, B രണ്ടു പേർക്കിടയിൽ ഒരു ആളിരിക്കുന്നു, മീൻസ് ഒരു അറ്റാക്കർ ഇരിക്കുന്നു. എന്നിട്ട് A, B കഴിച്ച ഡേറ്റയെ റിട്രീവ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ ടാമ്പറിംഗ് വരുത്തിയതിനു ശേഷം വീണ്ടും അയക്കുന്നു. ഏതായിരുന്നു ആ അറ്റാക്ക്? റീപ്ലേ അറ്റാക്ക്. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, which one of the following is not the type of active attack? Denial of service, masquerade, fabrication, traffic analysis. ഇതിൽ ഏതാണ് ആക്റ്റീവ് അറ്റാക്ക് അല്ലാത്തത്? ആക്റ്റീവ് അറ്റാക്കിന്റെ പ്രത്യേകത എന്താ? മോഡിഫിക്കേഷൻ ഉറപ്പായിട്ടും വരുത്തും. ഈ പറഞ്ഞിരിക്കുന്നതിൽ മോഡിഫിക്കേഷൻ വരുത്താത്തത് ഏതാ? ട്രാഫിക് അനാലിസിസ്. അത് പാസീവ് അറ്റാക്ക് ആണ്. ജസ്റ്റ് ആ ട്രാഫിക്കിനെ അനലൈസ് ചെയ്ത് മാത്രമേ ഉള്ളൂ, ടാമ്പർ ചെയ്യത്തില്ല ഡേറ്റനെ. നെക്സ്റ്റ്, in the context of security attacks, what distinguishes an active attack from a passive attack? ആക്റ്റീവ് അറ്റാക്കും പാസീവ് അറ്റാക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. നോക്കാം. ആക്റ്റീവ് അറ്റാക്ക് റിക്വയർ ഇന്റർവെൻഷൻ ഇൻ ദ ഡേറ്റ ബീങ് ട്രാൻസ്മിറ്റഡ്. കറക്റ്റ് അല്ലേ? ആക്റ്റീവ് അറ്റാക്കിൽ ഉറപ്പായിട്ടും ഇന്റർവെൻഷൻ വേണം. ട്രാൻസ്മിറ്റ് ചെയ്ത ഡേറ്റയിൽ എന്തെങ്കിലും ഒരു ഇന്റർവെൻഷൻ വേണം. ആ ഡേറ്റനെ ടാമ്പർ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ ഡേറ്റനെ മോഡിഫൈ ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. പാസീവ് അറ്റാക്ക് ഇൻവോൾവ് ചേഞ്ചിങ് ദ കണ്ടന്റ്. പാസീവ് അറ്റാക്കിൽ കണ്ടന്റിനെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ കണ്ടന്റ് മനസ്സിലാക്കുന്നതേ ഉള്ളൂ, കണ്ടന്റിനെ ചേഞ്ച് ചെയ്യത്തില്ല. നെക്സ്റ്റ്, ആക്റ്റീവ് അറ്റാക്സ് ആണ് അൺനോട്ടീസബിൾ. ആക്റ്റീവ് അറ്റാക്സ് അൺനോട്ടീസബിൾ ആണോ? അല്ല, ഡേറ്റയിൽ ചേഞ്ച് വരുത്തുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. പാസീവ് അറ്റാക്സ് ആണ് അൺനോട്ടീസബിൾ. ദെൻ പാസീവ് അറ്റാക്സ് ഡിസ്റപ്റ്റ് നോർമൽ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ. ഇല്ല, പാസീവ് അറ്റാക്ക് ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ ഫ്ലോയെ ഡിസ്റപ്റ്റ് ചെയ്യത്തില്ല. കമ്മ്യൂണിക്കേഷൻ ഫ്ലോയെ ഡിസ്റപ്റ്റ് ചെയ്യുന്നത് ആക്റ്റീവ് അറ്റാക്സ് ആണ്. സോ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ. നെക്സ്റ്റ്, മാച്ച് ദ ടേംസ് വിത്ത് ഡെഫിനിഷൻ. മാസ്കറേഡിംഗ്, ഫിഷിംഗ്, ഹൈജാക്കിംഗ്. എന്താണ് മാസ്കറേഡിംഗ്? വൺ പ്രിറ്റൻസ് ടു ബി സമ്മൺ എൽസ്, അതല്ലേ മാസ്കറേഡിംഗ്. ദെൻ ഹൈജാക്കിംഗ് എന്താ? സെഷൻ ഈസ് ഇന്റർസെപ്റ്റഡ്. ദെൻ ഫിഷിംഗ്, എൻ ഇമെയിൽ മിസ്ലീഡ്സ് ടു എ യൂസർ ഇൻടു എൻ്ററിങ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. മാസ്കറേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരാൾ വേറൊരാളായിട്ട് പ്രിറ്റൻഡ് ചെയ്യുക. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇമെയിൽ എന്തെങ്കിലും അയച്ചിട്ട് അതിനകത്ത് ഇപ്പം നമ്മുടെ ബാങ്കിൻ്റെ ആണെന്നൊക്കെ തോന്നിക്കുന്ന രീതിയിൽ ഒരു ഇമെയിൽ അയച്ചിട്ട് അതിനകത്ത് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് യൂസർ എൻ്റർ ചെയ്യുന്നതിലൂടെ അത് നഷ്ടപ്പെട്ടു പോവുക. ദെൻ ഹൈജാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സെഷൻ മൊത്തത്തിൽ ഇന്റർസെപ്റ്റ് ചെയ്യുക, അതാണ് ഹൈജാക്കിംഗ്. സോ A2, then A2, B3, C1, A2. ഓക്കെ, ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി. ഓക്കെ. നെക്സ്റ്റ്, what is the term for cyber attack that targets multiple interconnected devices simultaneously to create a large scale attack network? ഓക്കെ, അതായത് ഇവിടെ ചോദിച്ചേക്കുന്നത് ഈ പറഞ്ഞേക്കുന്നതിൽ ഇപ്പം നമുക്ക് DDoS അറ്റാക്ക് ഉണ്ട്, ബോട്ട്നെറ്റ് അറ്റാക്ക് ഉണ്ട്, സീറോ ഡേ അറ്റാക്ക് ഉണ്ട്, സ്പിയർ ഫിഷിംഗ് അറ്റാക്ക് ഉണ്ട്. ഇതിൽ ഏത് അറ്റാക്ക് ആണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇന്റർകണക്റ്റഡ് ഡിവൈസസിനെ
സൈമിൾട്ടേനിയസ്ലി അറ്റാക്ക് ചെയ്ത് ഒരു ലാർജ് സ്കെയിൽ അറ്റാക്ക് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിന്റെ ആൻസർ ബോട്ട്നെറ്റ് അറ്റാക്ക് ആണ്. ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ വരാം, DDoS അറ്റാക്ക് ആണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിന്റെ ആൻസർ ബോട്ട്നെറ്റ് അറ്റാക്ക് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബോട്ട്നെറ്റ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ കുറേ അധികം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് കാണും. ഈ ഇൻഫെക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ഒരു അറ്റാക്കറിന്റെ അണ്ടറിലായിരിക്കും. ആ ഒരു കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സിനെ അറ്റാക്ക് ചെയ്യുക, ബാക്കി നെറ്റ്വർക്ക്സിനെ അറ്റാക്ക് ചെയ്യുക, അങ്ങനെ ഒരു അറ്റാക്ക് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബോട്ട്നെറ്റ് അറ്റാക്കിന്റെ ജോലി. അതുകൊണ്ടാണ് ഇതിന്റെ ആൻസർ ബോട്ട്നെറ്റ് അറ്റാക്ക് ആയത്. ഇനി എന്തുകൊണ്ട് DDoS ആയില്ല? DDoS എന്ന് പറഞ്ഞാൽ ഈ ബോട്ട്നെറ്റ് അറ്റാക്ക് നെറ്റ്വർക്കിനെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും നെറ്റ്വർക്കിനെ അറ്റാക്ക് ചെയ്യുകയും അവിടുത്തെ റിസോഴ്സസ് യൂസേഴ്സിന് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നില്ല? ഒരു ലാർജ് സ്കെയിൽ അറ്റാക്ക് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ലാർജ് സ്കെയിൽ അറ്റാക്ക് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് അറ്റാക്ക് ആണെന്നാണ്. സോ അതിൻ്റെ ആൻസർ വരുന്നത് ബോട്ട്നെറ്റ് അറ്റാക്ക് ആണ്. ദെൻ സീറോ ഡേ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ വെണ്ടറിന് അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ വെണ്ടറിന് അറിയാത്ത ഒരു അറ്റാക്ക്. ഇപ്പോഴും ആ ഒരു വൾണറബിലിറ്റിനെ പറ്റി സോഫ്റ്റ്വെയറിൻ്റെ വെണ്ടറിന് അറിയത്തില്ല. അങ്ങനെ ഒരു വൾണറബിലിറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ് സീറോ ഡേ അറ്റാക്ക്. ദെൻ നെക്സ്റ്റ് സ്ഫിയർ ഫിഷിംഗ് അറ്റാക്ക്. സ്ഫിയർ ഫിഷിംഗ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ it is a targeted attack that is designed to trick the victim into clicking a malicious link or opening an infected attachment. ഒരു malicious ലിങ്കോ ഇൻഫെക്റ്റഡ് അറ്റാച്ച്മെന്റോ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിക്ടിമിനെ ട്രിക്ക് ചെയ്യുന്നതാണ് സ്ഫിയർ ഫിഷിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഈവ്സ്ഡ്രോപ്പിംഗ് ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സെക്യൂരിറ്റി? ഈവ്സ്ഡ്രോപ്പിംഗ് എന്താണ്? ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടിങ് ഇൻഫർമേഷൻ ഫ്രം ദ ചാനൽ, പ്രോസസ് ഓഫ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു ദ ചാനൽ, പ്രോസസ് ഓഫ് ഡീക്രിപ്റ്റിംഗ് ദ മെസ്സേജ്, പ്രോസസ് ഓഫ് എൻക്രിപ്റ്റിംഗ് ദ മെസ്സേജ്. എന്താ ഈവ്സ്ഡ്രോപ്പിംഗ്? രണ്ടുപേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനിടയിൽ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഇരുന്നുകൊണ്ട് അവിടുത്തെ ഡേറ്റനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈവ്സ്ഡ്രോപ്പിംഗ്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. Then which of these is not a proper method of maintaining confidentiality? Confidentiality എന്താണ്? ഡേറ്റയുടെ പ്രൈവസിനെ നമ്മൾ മാറ്റർ ചെയ്യുന്നതിൽ ഡേറ്റയുടെ പ്രൈവസി എൻഷുർ ചെയ്യുന്നതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പ്രോപ്പർ മെത്തേഡ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ബയോമെട്രിക് വെരിഫിക്കേഷൻ, ID ആൻഡ് പാസ്വേഡ് ബേസ്ഡ് വെരിഫിക്കേഷൻ, ടു ഫാക്ടർ ഒതന്റിക്കേഷൻ, സ്വിച്ചിങ് ഓഫ് ദ ഫോൺ. ഏതാണ്? സ്വിച്ചിങ് ഓഫ് ദ ഫോൺ. ബാക്കി പറഞ്ഞേക്കുന്ന എല്ലാം പ്രൈവസിനെ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് ഹെൽപ്പ് ചെയ്യാത്തത് ഏതാണ്? സ്വിച്ചിങ് ഓഫ് ദ ഫോൺ. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, why these 4 elements confidentiality, integrity, authenticity and availability are considered fundamental? They help understanding hacking better. They are the key elements to security breach. They help understand security and its components better. They help to understand the cyber crime better. ഈ CIA ട്രയാഡിൽ വരുന്നതും പിന്നെ എക്സ്ട്രാ ആയിട്ട് ഒതന്റിസിറ്റിയും ഇത് എന്തുകൊണ്ടാണ് ഫണ്ടമെന്റൽ ആയിട്ട് കരുതുന്നത്? നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിലെ ഫണ്ടമെന്റൽ ആയിട്ട് കരുതുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ സെക്യൂരിറ്റി ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ് ബെറ്റർ. ഓപ്ഷൻ സി. നെക്സ്റ്റ്, ഇത് ഒരു എക്സാമ്പിൾസ് ആണ് തന്നേക്കുന്നത്. അത് ഇവിടെ ബഗ്, വോം, വൈറസ്, റാൻസം വെയർ ഉണ്ട്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ 2-3 വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. വാനക്രൈ ഇത് വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു റാൻസം വെയർ ആണ്. സോ ഡി എന്താണ്? 3 ആണ്. ഓക്കെ, സോ ഡി എന്താണ്? ഡി 3 ആണ്. ദെൻ നെക്സ്റ്റ് സി, വൈറസ്. ഈ കൊടുത്തേക്കുന്നതിൽ വൈറസ് ഏതാണെന്നാണ് നോക്കാം. Y2K ഒരു ബഗ് ആണ്. ഓക്കെ, Y2K ഒരു ബഗ് ആണ്. സോ എ എന്താണ്? 4 ആണ്. A4, D3. ദെൻ നെക്സ്റ്റ് വേം. ഓക്കെ, ഓപ്ഷൻ ഡി. എ Y2K ബഗ് ആണ്. Y2K ബഗ് ആണ്. ദെൻ ബി ടോം വേം ആണ്. വൈറസ് കോഡ് റെഡ് ആണ്. ദെൻ റാൻസം വെയർ വാനക്രൈ ആണ്. ഇത് എക്സാമ്പിൾസ് ആണ് ശരിക്കും വേമിൻ്റെയും ബഗിൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല ഫേമസ് ആയിട്ടുണ്ടായിരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇതൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. റാൻസം വെയർ ആണ് വാനക്രൈ എന്ന് പറയുന്നത്. ദെൻ ബഗ് Y2K ഒരു ബഗ് ആണ്.
ശരിക്കും ഈ സ്റ്റോമും കോഡ് റെഡും രണ്ടും ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? വേമിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ്. പക്ഷെ ഇവിടെ അത് കോഡ് റെഡ് വൈറസിൻ്റെ അണ്ടറിലാണ് കൊടുത്തേക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ. Consider the following statements with respect to network security. Message confidentiality means that the sender and receiver accept privacy. Correct അല്ലേ? മെസ്സേജ് കോൺഫിഡൻഷ്യാലിറ്റി മീൻ ചെയ്യുന്നത് എന്താ? അവർ സെൻഡ് ചെയ്യുക റിസീവ് ചെയ്യുന്ന ഡേറ്റ മറ്റൊരാൾക്ക് കാണാൻ പറ്റരുത്. പ്രൈവസിയാണ് അവരെ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അത് ട്രൂ ആണ്. ദെൻ മെസ്സേജ് ഇൻറ്റഗ്രിറ്റി മീൻസ് ഡേറ്റ മസ്റ്റ് അറൈവ് അറ്റ് ദ റിസീവർ എക്സാക്ട്ലി ആസ് വെയർ ദേ സെൻഡ്. സെൻഡർ എന്താണോ സെൻഡ് ചെയ്തത് അത് തന്നെ വേണം റിസീവറിന് കിട്ടാൻ. അതല്ലേ മെസ്സേജ് ഇൻറ്റഗ്രിറ്റി മീൻ ചെയ്യുന്നത്. സോ അതും ട്രൂ ആണ്. മെസ്സേജ് ഒതൻറ്റിക്കേഷൻ മീൻസ് റിസീവർ ഈസ് എൻഷുർ ദാറ്റ് ദ മെസ്സേജ് ഈസ് കമ്മിങ് ഫ്രം ദ ഇൻറ്റൻഡഡ് സെൻഡർ. മെസ്സേജ് ഒതൻറ്റിക്കേഷൻ എന്താ ചെയ്യുക? റിസീവറിന് ഉറപ്പ് വരുത്താൻ സാധിക്കുന്നുണ്ട് ഇത് സെൻഡർ അയച്ചത് തന്നെയാണ് എന്ന് റിസീവറിന് ഉറപ്പ് വരുത്താൻ സാധിക്കുന്നതാണ് മെസ്സേജ് ഒതൻറ്റിക്കേഷൻ. സോ ഈ പറഞ്ഞേക്കുന്ന 3 കാര്യവും കറക്റ്റ് അല്ലേ? സോ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് നമ്മുടെ അറ്റാക്ക്, അതുപോലെ CIA, ട്രയാഡ് എന്നൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പോർഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ പോർഷനിൽ നിന്ന് ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു.